ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ്. മോൺട്രിയിൽ ചർച്ചിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ മോൺട്രിയിൽ ചർച്ചിൽ നിന്ന് പിന്നെ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണത്. ഇപ്പോൾ നിറച്ചും പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബിസി ആയിട്ടിങ്ങനെ തിരക്കിൽ പണികളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ റോഡ് പകുതിയൊക്കെ ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ വളരെയധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. അതായത് നല്ല ബുദ്ധിമുട്ടായിരുന്നു വണ്ടി ഓടിക്കാനൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ. ഇപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ചൈനീസ് ബൊഫറ്റായിരുന്നു. കാരണം നമ്മൾ ഹാലിഫാക്സിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, വളരെയധികം ടേസ്റ്റി ആയിട്ട്. അതിൻ്റെ വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. നമ്മളടുത്തുള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പോൾ അവിടെ ബൊഫെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹാലിഫാക്സിൽ നിന്നൊക്കെ ബൊഫേയിൽ ചൈനീസ് ബൊഫെ കയറിയിട്ട് നല്ല ഫുഡായിരുന്നു. നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും ചൈനീസ് ഫുഡ് നോക്കി. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെയധികം എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് കയറിയത്. പക്ഷെ കയറി കഴിച്ച് കഴിഞ്ഞപ്പോൾ, അതായത് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, അത്രയും അധികം നമുക്ക് കഴിക്കാൻ പറ്റിയില്ല, ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അതായത് നമ്മൾ ഫുഡൊക്കെ എടുത്തു കഴിക്കാൻ വന്നു പിള്ളേർക്കൊക്കെ. അപ്പോൾ നൂഡിൽസ്, പിന്നെ ഇങ്ങനെ ചിക്കൻ റോൾസ്, വെജിറ്റബിൾ റോൾസ്, അങ്ങനത്തെ കുറേ ചൈനീസ് ആയിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പൊതുവേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് ഫുഡൊക്കെ എടുത്തത്. പക്ഷേ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ്. പിസ്സയൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷെ എന്നാലും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഈ കാണുന്ന ഒരു ഭംഗി മാത്രമല്ലാതെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വളരെയധികം ഒട്ടും തന്നെ ടേസ്റ്റ് ഇല്ലാത്തൊരു ഫുഡ്. ഒരു ഫുഡ് പോലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്ര അധികം ഒരു സുഖമില്ലാത്ത ഫുഡ്. നമുക്കത് ഭയങ്കര ഒരു വിഷമമായിപ്പോയി. പിന്നെ നമ്മൾ കയറി നമ്മൾ ഫുഡിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തു. അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലായി കാണാനുള്ള ഭംഗി കൊണ്ട് മാത്രം ഫുഡ് നന്നാവില്ല എന്നുള്ളത്. ഒരു ഡിസേർട്ട് പോലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു ടേസ്റ്റ് ഇല്ലാത്ത വെറുതെ ഇങ്ങനെ ചപ്പ് ചവറ് പോലത്തെ ഒരു ഫുഡ്. അപ്പം നമുക്ക് ഒട്ടും തന്നെ കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഉണ്ടായിരുന്ന വിശപ്പ് പോലും പോയി. ഒരു സാലഡുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ നിരാശയോടുകൂടി നമ്മൾ ഇറങ്ങി പോരേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വളരെ വിഷമത്തോടു കൂടി ഡ്രൈവ് ചെയ്ത് തിരിച്ച് ഹോട്ടലിൽ വന്നു. അപ്പോൾ പോരണ വഴിക്ക് നമുക്കൊരു ഐഡിയ തോന്നി. നമുക്കിനി ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കണ്ട, നമുക്ക് ഹോട്ടലിൽ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതായത് കിച്ചണൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു മുട്ട വാങ്ങിക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ മുളക് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കാം, ഒനിയൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് ഒനിയനും മുളകും കൂടി അരിഞ്ഞ് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിലെത്തി. നമ്മൾ മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുട്ട നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുത്തു. അത് കഴിഞ്ഞ് നല്ല എരിവുള്ള മുളകായിരുന്നു. അപ്പോൾ ഹോട്ട് പെപ്പർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളത് കുഞ്ഞിതാക്കി അരിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ടു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒനിയനൊന്നും വാങ്ങിച്ചില്ല. അപ്പം നമ്മൾ മുളകും പിന്നെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് മുട്ട പൊരിച്ചു. പിന്നെ നമ്മൾ ബട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓയിലിന് പകരം നമ്മൾ ബട്ടർ വാങ്ങിച്ചു. വലിയ കല്ലുപ്പല്ല കേട്ടോ, ഇത്ര മതി, അധികം ഉപ്പിടണ്ട. മറ്റേ ഇതിന് ഉപ്പുണ്ടല്ലോ. നമ്മൾക്കിത് ഇടാം. അപ്പോൾ ബട്ടറിന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ കൂടുതൽ ഉപ്പ് ഇടേണ്ടി വന്നില്ല. നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് മുട്ട പിന്നെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലേറ്റിലേക്ക് ഇത് മറിച്ചിട്ടു. ഇനി അടുത്തത് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. നല്ല പ്ലേറ്റ് കേട്ടോ, നല്ല പാത്രം. കുഞ്ഞിത് അങ്ങനെ എരിവൊന്നും കഴിക്കില്ല. അപ്പോൾ കുഞ്ഞിതിന് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് മുട്ട പൊരിച്ച് കൊടുത്തത്.
ഇപ്പോൾ ഫോർക്കും നൈഫൊക്കെ വെച്ച് കഴിക്കുന്നത് നമ്മൾ പഠിപ്പിച്ച് കൊടുത്തതല്ല കേട്ടോ. സ്കൂളിൽ അവർ ലഞ്ചൊക്കെ കഴിക്കുമ്പോൾ ഫോർക്കും നൈഫൊക്കെ വെച്ച് കഴിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഫോർക്ക് നൈഫൊക്കെ വെച്ച് കഴിക്കാൻ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. സൂപ്പർ. ലൈക്ക് ഇറ്റ് സൂസി? സൂസിക്ക് ഇങ്ങനെ മുട്ട വെച്ച് തരാട്ടോ മമ്മി. ആശാത്തിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെയധികം ടേസ്റ്റിൽ കഴിക്കുന്നുണ്ടായിരുന്നു. ഒരു നല്ലൊരു അടിപൊളി എരിവ്. എരിവിൻ്റെ കൂടെ നമ്മുടെ കോഫിയും കൂടി ആകുമ്പോൾ, അപ്പോൾ എരിവിൻ്റെ കൂടെ നല്ല മധുരമുള്ള കോഫിയും കൂടി ആയപ്പോൾ വളരെയധികം എൻജോയ് ചെയ്തു കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ചെന്ന് കഴിക്കുന്ന ഒരു ഫീലായിരുന്നു. പുറത്തൊക്കെ പോയി ഹോട്ടലിൽ, അതായത് ഒട്ടും എരിവില്ലാത്ത ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഒരു എരിവൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അതായത് നമ്മുടെ നാടൻ മുളകിൻ്റെ ആ ഒരു എരിവ്, നല്ല കുത്തലെരിവ്, അത് വളരെയധികം ടേസ്റ്റിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ പെപ്പറോണി, അത് നമ്മളല്ല കൊച്ചങ്ങൾ പെപ്പറോണി പിന്നെ ഇങ്ങനെ കുക്കുംബറും എല്ലാം കൂടി ഇട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനേ ഇങ്ങനെ വെറുതെ ഒന്നും അങ്ങോട്ട് ഇതിങ്ങനെ കളയും എന്നിട്ട് ഇതിൽ വയ്ക്കും. ഇപ്പോൾ ഡിഷ് വാഷറിൽ വെച്ചാണ് പ്ലേറ്റുകളും കപ്പുകളൊക്കെ കഴുകിയത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഫുഡിൻ്റെ ഐറ്റം സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് വെച്ചത്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. കാരണം ഫുഡ് ഐറ്റംസ് ഒന്നും അതിൻ്റെ ഫിൽറ്ററിലൊന്നും പോവാതെ, ഞാൻ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ്.